മലയാള മനോരമയുടെ ആസ്ഥാന DGP ഇന്ന് വായനക്കാരോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന നേതാക്കളുടെ ഫോൺ ചോർത്തുന്നുവോ? ആ ചോദ്യം ചോദിക്കുന്ന ഈ DGPക്ക് അതിന് ഉത്തരമില്ല. പകരം സംശയം മാത്രം. ടിയാന് സംശയരോഗം ബലപ്പെടുന്നത് എങ്ങനെയെന്ന് ആ വാർത്തയുടെ ഇൻട്രോ നോക്കിയാൽ മനസ്സിലാകും. നവകേരള യാത്രക്കെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ഫോൺ പോലീസ് ചോർത്തുന്നുവെന്ന സംശയം ബലപ്പെടുന്നു എന്ന്. ബാംഗ്ലൂരിൽ നിന്നും ഡ്രോൺ വാങ്ങാൻ അന്വേഷണം നടത്തിയ തന്നെ കസ്റ്റഡിയിലെടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞതായി NSUവിൻ്റെ ജനറൽ സെക്രട്ടറി എറിക് സ്റ്റീഫൻ അറിയിച്ചു അത്രേ. ഇന്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് ആ പോലീസുകാരൻ ചോദിച്ചു അത്രേ. അതാണ് മനോരമയുടെ DGPയുടെ സംശയരോഗം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനം. ഇത് മാത്രം വെച്ചാണ് കഥാസൃഷ്ടി. പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ പശുവിനെ പിടിച്ച് തെങ്ങിന് കെട്ടി തെങ്ങിനെ കുറിച്ച് പ്രബന്ധം എഴുതുന്ന കൗശലം. മനോരമയുടെ സ്ഥിരം വാർത്താ സൃഷ്ടിയുടെ ഒരു സാമ്പിൾ മാത്രമാണ് ഇത്. കഴിഞ്ഞ 2 ദിവസമായ തലസ്ഥാനത്ത് കോൺഗ്രസുകാരുടെയും UDFിൻ്റെയും അഴിഞ്ഞാട്ടമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കണ്ടത് കോഴിമുട്ടക്കകത്ത് കുരുമുളകും ഗോലിയും നിറച്ച് പോലീസിന് നേരെ എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ഉയർത്തിയ ബോർഡുകൾ നശിപ്പിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി തൊഴിലാളികളെ മർദ്ദിച്ചു. ഏകപക്ഷീയമായി നടത്തിവരുന്ന അക്രമം. പക്ഷേ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളാകെ അത് പോലീസ് യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടലായി അല്ലെങ്കിൽ പോലീസ് KSU ഏറ്റുമുട്ടലായി ചിത്രീകരിക്കുന്നു. പോലീസിനെ കുറ്റപ്പെടുത്തി KSU യൂത്ത് കോൺഗ്രസ് അക്രമത്തെ വെള്ളപൂശുന്ന ഒരു പ്രവണതയാണ് ഈ കണ്ടത്. അതിൻ്റെ ഒന്നാം തരം ഉദാഹരണം മനോരമ തന്നെ. MLAക്കും ലാത്തിയടി എന്നാണ് അവരുടെ ഇന്നത്തെ 1-ാം പേജ് വാർത്തയുടെ തലക്കെട്ടും ചിത്രവും. മാതൃഭൂമിയും അതേ ചിത്രം 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ പോലീസിനെയാണ് ഈ അക്രമികൾ ആക്രമിച്ചത്. അതു ചെറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ എന്ന സതീശൻ കുഞ്ഞിക്കുഴി എത്തുന്നത്. ആ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ അറിയാം കുഴൽനാടനാണ് പോലീസിന് നേരെ തിരിയുന്നുവെന്നത്. പക്ഷേ എന്തു ചെയ്യാം, ഭരിക്കുന്നത് LDF ആണല്ലോ. അപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്താതെ കഴിയില്ലല്ലോ. അതുമാത്രമോ, അക്രമം നടത്തുന്നതോ ഇവരുടെ പ്രിയപ്പെട്ട ഖദർ കുഞ്ഞാടുകൾ ആയതിനാൽ അതിനെ ന്യായീകരിച്ച് മെഴുകാതെ വഴിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം മുഴുവൻ ആഘോഷിച്ചത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ വസ്ത്രം പുരുഷ പോലീസ് വലിച്ചു കീറിയെന്നാണ്. അതിൻ്റെ പേരിൽ VD സതീശനും നടത്തിയ റോഡ് ഷോ നമ്മൾ കണ്ടു. എന്നാൽ വസ്ത്രം വലിച്ചു കീറിയത് പോലീസ് അല്ല എന്ന് വീഡിയോ ദൃശ്യങ്ങളിലൂടെ തുറന്നു കാട്ടപ്പെട്ടു. എങ്കിൽ വസ്ത്രം കീറിയത് ആരാണ്? പഴയ നാഗ്പൂർ സംസ്കാരവും പാലക്കാട്ട് 1 വർഷം മുമ്പ് നടന്ന ശിബിരത്തിൽ പങ്കെടുത്ത വനിതാ നേതാവിൻ്റെ അനുഭവവും തന്തൂരി അടുപ്പുമെല്ലാം ഓർക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവും കിട്ടും. നവകേരള സദസ്സ് തുടങ്ങിയതിൻ്റെ 3-ാം നാൾ മുതലാണ് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി സമരം തുടങ്ങിയത്. അന്നു മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റു രാഷ്ട്രീയ നേതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നവകേരള സദസ്സിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന പ്രതികാര മനോഭാവം തിരുത്തണമെന്നാണ്. അതോടൊപ്പം നാടിൻ്റെ വികസനവും ക്ഷേമവും ശക്തിപ്പെടുത്തണമെന്ന്. ഇതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. ഇതെന്തിനെന്നാണ് ചോദ്യമുയരുന്നത്. ഇതിനിതേവരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകിയതായി ആർക്കും അറിയില്ല. അതേസമയം രാഷ്ട്രീയ കാരണങ്ങളാൽ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞിരുന്നു. ബഹിഷ്കരണമല്ലാതെ സമരം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എങ്ങനെ സമരം വന്നു? എങ്ങനെ ചാവേർ അക്രമം വന്നു? അതിനെല്ലാമുള്ള ലളിതമായ ഉത്തരമാണ് BJPക്കെതിരായ സമരം
കോൺഗ്രസിനെയും പൊള്ളിക്കുന്നു എന്ന്. അതോടൊപ്പം നവകേരള സദസ്സിന് ലഭിക്കുന്ന ജനലക്ഷങ്ങളുടെ പിന്തുണയും കോൺഗ്രസിനെ അങ്കലാപ്പിൽ ആക്കുന്നു. ഈ അങ്കലാപ്പിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ അക്രമ സമരങ്ങളും. അതിനെയും വെള്ളപൂശി വെളുപ്പിക്കാനാണ് മാധ്യമങ്ങൾ നോക്കുന്നത്. ഈ കോൺഗ്രസിന്റെ സംഘീപ്രീണനം ആവർത്തിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറുകാരെ യൂണിവേഴ്സിറ്റി സെനറ്റുകളിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ പച്ചയായി ന്യായീകരിച്ച KPCC അധ്യക്ഷന്റെ അനുയായികൾ അതിന്റെ തുടർച്ചയായി അതേ പാതയിൽ നീങ്ങുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘികൾക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്തതിൽ ശക്തമായി പ്രതിഷേധിച്ചത് UDF ആണ്. ഇവർക്കിടയിലെ ആ അന്തർധാര എത്രത്തോളം ശക്തമാണെന്ന് ഇത് തെളിയിക്കുന്നു. ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വയുടെ തുടർച്ചയായി മാത്രം ഇതിനെയും കണ്ടാൽ മതി. അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങളിലേക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുന്നു. ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ക്ഷണം സർവാത്മന സ്വീകരിച്ചിരിക്കുന്നു. രഥയാത്ര ഉൾപ്പെടെ നടത്തി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടിയ ലാൽ കൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ വയോധികരായ സംഘ നേതാക്കളെ പോലും ക്ഷണിക്കാത്തിടത്തേക്കാണ് കോൺഗ്രസിനെ സാദരം ക്ഷണിച്ചത്. നേതാക്കൾ വളരെ വിനയത്തോടെ ആ ക്ഷണം സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല.